കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ യുഎയിലുള്ള ആൾക്കാർ മൊത്തം ഇൻഡോർ ഏരിയകളിൽ സ്റ്റക്കാണല്ലേ. ഇവിടുത്തെ ഒരു ചൂട് കാരണം ഒന്നെങ്കിൽ വല്ല ഷോപ്പിംഗ് മോള്, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോവുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇതുകൊണ്ട് മക്കൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഈ വീക്കെൻഡ് അവരൊന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ച് കോർണിഷിലുള്ള നൈറ്റ് ബീച്ചിലേക്ക് വരിക ചെയ്തത്. നമ്മൾ ക്ലൈമറ്റ് ഒന്ന് ബെറ്റർ ആകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇത് ഓപ്പൺ ആക്കിയെന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ പ്ലാൻ ചെയ്യുന്നായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് ക്ലൈമറ്റ് ഓക്കെ ആണ് എന്നുള്ളത് തോന്നിയപ്പോൾ നമ്മൾ ഇറങ്ങിയത്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ലതായിരുന്നു. അങ്ങനെ ചൂടൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ചൂടെടുത്ത് കയറി പോരും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെൽ പ്രിപ്പയർഡ് ആയിട്ടൊന്നല്ല ഇറങ്ങിയത്. പക്ഷേ താങ്ക്ഫുള്ളി നല്ല ക്ലൈമറ്റ് ആയിരുന്നു. മോൾക്ക് ബീച്ച്, പൂൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മോൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ബീച്ച്. ഇതിനു മുമ്പ് പൂളിൽ അവന് പോയിട്ടുണ്ടെങ്കിലും ബീച്ച് അവൻ്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ അവൻ എന്താ ചെയ്യുക എന്നൊക്കെ കാണാനൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹാപ്പിനെസ്സാണ് എനിക്ക് മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചാൽ ലാസ്റ്റ് പറഞ്ഞത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ആ ലാസ്റ്റ് പറഞ്ഞ കാര്യം ഞാൻ തന്നെ എൻ്റെ ലൈഫിൽ റിയലൈസ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത്. ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്ത് നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചു, ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഞാൻ ഈ ജീവിക്കുന്ന ജീവിതം എനിക്ക് കുറച്ചിന് നഷ്ടപ്പെട്ടാലോ. ഇപ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് കുറച്ച് കഴിഞ്ഞ് എന്തെങ്കിലും കാരണവശാൽ ഇല്ലാണ്ടായാൽ ഞാൻ ആലോചിക്കില്ലേ, ആ ടൈം എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്താൽ മതിയായിരുന്നു. ആ ടൈം വേറെയുള്ള കാര്യങ്ങളൊന്നും ആലോചിക്കാണ്ട് നന്നായിട്ട് ഹാപ്പി ആയിട്ട് നിന്നാൽ മതിയായിരുന്നു എന്ന് കുറച്ച് കഴിഞ്ഞ് റിഗ്രറ്റ് ചെയ്യുന്നതിലും നല്ലത് ഇപ്പോൾ ലൈഫിൽ എന്താണോ നടക്കുന്നത് അത് ഫുൾ ഓൺ എൻജോയ് ചെയ്യാം. ഞാനിപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഭാവിയൊക്കെയുള്ള കാര്യങ്ങൾ അത് താനേ റെഡി ആകുമ്പോൾ റെഡി ആയിക്കോളും. ഇപ്പോൾ കറൻ്റ്ലി എന്താണോ കയ്യിലുള്ളത് അത് എൻജോയ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ മക്കളുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ടൈം എൻജോയ് ചെയ്യുക. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈം എൻജോയ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞ് എന്താണ് ലൈഫിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. എനിവേസ്, ഇവിടെ ബീച്ചിൽ നല്ല അടിപൊളിയായിട്ട് കളിക്കുകയാണ്. നമ്മൾ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നമ്മുടെ പ്ലാന് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാം, പിന്നെ ഡിന്നർ കഴിക്കാൻ പോകാമെന്നുള്ളതായിരുന്നു. പക്ഷെ നമ്മൾ എത്ര വിളിച്ചിട്ടും രണ്ടുപേരും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ എല്ലാവരും പോകാനായി, ബീച്ചൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യും എന്നുള്ള ഒരു ടൈം ആയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ ബീച്ചിൽ കളിക്കുന്നൊക്കെ കാണാനും കാര്യങ്ങളൊക്കെ ഫണ്ണാണ്. പക്ഷെ അത് കഴിഞ്ഞ് ആ സാൻഡൊക്കെ കളഞ്ഞ് ഇവർ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പാർട്ടുണ്ട്. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ആ ഒരു പാർട്ട് എത്തുമ്പോൾ തോന്നും ഈ ബീച്ച് പ്ലാനേ വേണ്ടിയിരുന്നില്ല എന്ന്. എനിവേസ്, അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബീ ലബാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എൻ്റെ മൈൻഡിൽ ഇപ്പോഴും നാട്ടിലെ സൈൻ ലബാൻ സ്റ്റക്കാണ് കേട്ടോ. അത് ഇതിനേക്കാൾ ടേസ്റ്റ് അതിനായതുകൊണ്ടൊന്നല്ല, അത് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നതുകൊണ്ടായിരിക്കാം. പങ്കിട്ട് കഴിക്കുമ്പോൾ എല്ലാത്തിനും കുറച്ച് രുചി കൂടുമെന്ന് പറയില്ലേ, അതുപോലെ എനിക്ക് അതൊന്നും കൂടെ ഇഷ്ടമായിരുന്നു. എനിവേസ്, ബൈ ബൈ.